റൊമേനിയയിലെ ഡ്രാക്കുള കോട്ടയെന്ന വിഖ്യാതമായ ബ്രാൻഡ് കാസിൽ കണ്ട ശേഷം ഗ്രാമീണ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ബ്രാസോവ് പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. റൊമേനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ നിന്നും ട്രെയിനിൽ ബ്രാസോവിൽ വന്നിറങ്ങി ഇവിടെ നിന്നും ടാക്സി പിടിച്ചാണ് ഡ്രാക്കുള കോട്ട കാണാൻ പോയത്. പട്ടണഹൃദയത്തിലെ ഒരു ഹോട്ടലിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. നേരം 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം. എന്നിട്ട് ലഗേജ് എല്ലാം മുറിയിൽ വെച്ചിട്ട് വേണം ബ്രാസോവിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് ഇറങ്ങാൻ. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്ന ചൗഷസ്ക്യുവിൻ്റെ കാലത്ത് പണിത അപ്പാർട്ട്മെൻറ്റുകളാണ് പാതയുടെ ഇരുഭാഗത്തും കാണുന്നത്. സ്വകാര്യ ഭവനങ്ങളില്ലാതെ ഗവൺമെൻറ് പണിതു നൽകുന്ന അപ്പാർട്ട്മെൻറ്റുകളിലാണ് അന്നിവിടെയെല്ലാം ജനം വസിച്ചിരുന്നത്. കോൺസ്റ്റാന്റീൻ വലിയ സന്തോഷത്തിലാണ്. ഉച്ചയായപ്പോഴേക്കും 180 ലീയു കയ്യിൽ വരുന്നതിൻ്റെ സന്തോഷം. 13th ഡിസംബർ സ്ട്രീറ്റ് എന്ന തെരുവാണിത്. ഒരിടത്ത് കോൺസ്റ്റാന്റീൻ വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. ഇതാണ് ഹോട്ടൽ ബ്രാസോവ്. 2 ദിവസം ഞാൻ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ടാക്സിക്കാരന് കൂലി നൽകി പറഞ്ഞയച്ച് ഞാൻ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ഒരു കൊച്ചു റിസപ്ഷൻ. ഇവിടെ ആരെയും കാണുന്നില്ല. ബെല്ലടിച്ച് കാത്തിരിപ്പായി. ഇവിടെ കുറേ ബ്രോഷറുകളും മാപ്പുമെല്ലാം ഉണ്ട്. റിസപ്ഷനിസ്റ്റ് എത്തി ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തിയാക്കി. 1-ാം നിലയിലെ 206-ാം നമ്പർ മുറിയാണ് കിട്ടിയിരിക്കുന്നത്. തരക്കേടില്ലാത്ത ഹോംലി ഫീൽ നൽകുന്ന ഒരു മുറി. വൃത്തിയുണ്ട്. സാമാന്യം വലിപ്പവുമുണ്ട്. നമ്മുടെ 2200 രൂപയേ ഉള്ളൂ ഇവിടെ ഒരു ദിവസത്തെ വാടക. തെരുവിലേക്ക് തുറക്കുന്ന ഒരു ജനാല. നല്ലൊരു ടോയ്ലറ്റ്. 2 ദിവസത്തെ താമസത്തിന് എനിക്കിത് ധാരാളം. 2200 രൂപയ്ക്ക് യൂറോപ്പിൽ ഇങ്ങനെയൊരു ഹോട്ടൽ മുറി കിട്ടുക പതിവുള്ള കാര്യമല്ല. ഞാൻ വീണ്ടും തെരുവിലേക്കിറങ്ങി. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. പകൽ നേരത്ത് ലഘുഭക്ഷണമാണ് ഷൂട്ടിംഗ് ദിനങ്ങളിൽ എനിക്ക് താൽപ്പര്യം. 13 ഡിസംബർ സ്ട്രീറ്റിലൂടെയാണ് നടത്തം. റൊമേനിയയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണം തുടച്ചു നീക്കുന്നതിനായി നടന്ന വിപ്ലവങ്ങളുടെ ഒരു പ്രധാന വേദിയായിരുന്നു ബ്രാസോവ്. അപ്പാർട്ട്മെൻറ്റുകളിൽ വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ചെറു ഗ്രോസറി ഷോപ്പുകൾ ഇവിടെ ധാരാളമുണ്ട്. അകത്ത് പലചരക്ക് സാധനങ്ങൾ, പുറത്ത് പച്ചക്കറികളും ഇങ്ങനെ നിരത്തിവെച്ചിരിക്കും. പാതയുടെ ഇരുവശവുമുള്ള അപ്പാർട്ട്മെൻറ്റുകളിലെ സാധാരണക്കാർ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നത് അത്തരം കടകളിൽ നിന്നാണ്. 2-3 അപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ ഒരു ഗ്രോസറി ഷോപ്പ് ഇവിടുത്തെ കാഴ്ചയാണ്. മരക്കൊമ്പിൽ നിന്നൊരാൾ കായകൾ കുലുക്കി വീഴ്ത്തുന്നതിന് ചുവട്ടിലൂടെ നടത്തം തുടർന്നു. ബ്രാസോവിലെ റെസിഡൻഷ്യൽ ഏരിയയാണിത്. തകർന്നു തുടങ്ങിയ വീടുകളുമുണ്ട് കാഴ്ചയിൽ. കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളുടെ അഭാവവും കെട്ടിടങ്ങളിൽ കാണാം. കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിലെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് തോന്നും. എന്നാൽ നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ പുതിയ കെട്ടിടങ്ങളും ആധുനിക സൗകര്യങ്ങളുമെല്ലാം നിലവിൽ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. പുതിയ കാലത്തെ ഹോട്ടലുകളും മോട്ടലുകളുമുണ്ട് കാഴ്ചയിൽ. ഇലകൾ വീണുകിടക്കുന്ന നടപ്പാതയിലൂടെ നടത്തം തുടരുകയാണ്. ഇവിടെ നിന്നും 3 കിലോമീറ്ററുണ്ട് ബ്രാസോവിന്റെ ഡൗൺ ടൗണിലേക്ക്. അതാണ് നഗരത്തിലെ സാംസ്കാരിക കേന്ദ്രം. ഡൗൺ ടൗൺ ലക്ഷ്യമാക്കിയാണ് എന്റെ നടത്തം. പാതയോരത്ത് ഇങ്ങനെ ചില പഴയ ദേവാലയങ്ങളും സന്യാസി മഠങ്ങളുമെല്ലാം കാണാം. വലിയ ചരിത്ര പ്രാധാന്യമൊന്നുമുള്ള പള്ളിയല്ല അതെന്ന് മാപ്പിൽ നിന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത്തരം മന്ദിരങ്ങളിലേക്ക് പോകാതെ നടത്തം തുടരുകയാണ്. ലുലിയു മാനിയു എന്ന തെരുവിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. തെരുവിന്റെ ഇരുവശത്തും കാണുന്ന കെട്ടിടങ്ങളിൽ മിക്കതിനും 1/2 നൂറ്റാണ്ട് മുതൽ 1 നൂറ്റാണ്ട് വരെ പ്രായമുണ്ട്. ദൂരെ കുന്നിൻ മുകളിൽ ഒരു കോട്ട കാണുന്നു. ബ്രാസോവിന്റെ സിറ്റാഡലാണത്. നിരവധിയായ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നഗരമാണ് ബ്രാസോവ്. ട്രാൻസിൽവേനിയൻ സാക്സൺസ് എന്ന് പിന്നീട് അറിയപ്പെട്ട ജർമ്മൻ ജനസമൂഹമാണ് ബ്രാസോവ് പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ടത്. അതിനും എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണ് ഇത്. നേരെ മുന്നിൽ കാണുന്നത് താമ്പ എന്ന പർവ്വതമാണ്. ആ പർവ്വത മുകളിലേക്ക് കേബിൾ കാർ സർവീസ് ഉണ്ട്. താമ്പയുടെ താഴ്വാരത്താണ് ബ്രാസോവിന്റെ ഓൾഡ് സിറ്റി.
മധ്യകാലഘട്ടം മുതൽ ഒട്ടേറെ ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പട്ടണമാണ് ബ്രാസോവ്. റൊമേനിയയിലെ ഏറ്റവും വലിയ 7ാമത്തെ പട്ടണമാണ് ബ്രാസോവ്. കമ്മ്യൂണിസ്റ്റ് കാലത്ത് നിറം കെട്ടുപോയ കെട്ടിടങ്ങൾ, വിപ്ലവ കാലഘട്ടത്തെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന മുഷിഞ്ഞ കെട്ടിടങ്ങൾ ധാരാളമുണ്ട് ഇവിടെ. കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രമല്ല, അത് നടപ്പാക്കിയ രീതിയാണ് ഇവിടെ പരാജയപ്പെട്ടു പോയത്. ആധുനികതയോടുള്ള അസഹിഷ്ണുതയും സാംസ്കാരിക ബോധമില്ലായ്മയുമൊക്കെയായിരുന്നു റൊമേനിയയിൽ ആ കാലത്തിന്റെ പ്രത്യേകത. പഴയ മന്ദിരങ്ങളൊന്നും വരും കാലത്തിനു വേണ്ടി സംരക്ഷിച്ചു നിലനിർത്തുന്നതിനെക്കുറിച്ച് അന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. അന്നന്നത്തെ ഉപജീവനം മാത്രമായിരുന്നു പ്രധാനം. ജോസഫ് സ്റ്റാലിന്റെ കടുത്ത ആരാധകരായിരുന്നു അക്കാലത്തെ റൊമേനിയൻ ഭരണാധികാരികൾ. 1950-ൽ ബ്രാസോവ് പട്ടണത്തിന്റെ പേര് അവർ സ്റ്റാലിൻ സിറ്റി എന്ന് മാറ്റിയിരുന്നു. നടന്നെത്തിയിരിക്കുന്നത് ഒരു ഉദ്യാനത്തിലേക്കാണ്. പാർക്കുൾ ടിറ്റിലെസ്ക്യൂ എന്നറിയപ്പെടുന്ന ടിറ്റിലെസ്ക്യൂ പാർക്ക്. ഇവിടെ ഇറോയിലർ സെമിട്രി എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. 1989-ൽ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിനെതിരെ ബ്രാസോവിൽ നടന്ന വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടവരുടെ കല്ലറകളാണിത്. ഇന്ന് ഇവരെല്ലാം റൊമേനിയയുടെ വീരപുരുഷന്മാരാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ 1989-ൽ അരങ്ങേറിയ വിപ്ലവത്തിന്റെ തുടർച്ച റൊമേനിയയിൽ രക്തരൂഷിതമായിരുന്നു. 1989 ഡിസംബർ 16-നും 27-നും ഇടയ്ക്കുണ്ടായ സംഘർഷത്തിൽ മാത്രം 1100 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതിൽ ബ്രാസോവിൽ മരിച്ചവരെയാണ് ഇവിടെ സംസ്കരിച്ചിരിക്കുന്നത്. സ്മാരകശിലകളിൽ മരിച്ചവരുടെ പേരും ഫോട്ടോയും ജനന തീയതിയും മരിച്ച ദിവസവും രേഖപ്പെടുത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സൈന്യത്തെയും രഹസ്യ പോലീസിനെയും ഉപയോഗിച്ച് സമൂഹത്തെയാകെ ഭയപ്പെടുത്തി ഭരിച്ചിരുന്ന കാലത്ത് 1987-ൽ ബ്രാസോവിൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. 1989-ൽ നടക്കാനിരുന്ന വലിയ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു അത്. 20,000 പേർ പങ്കെടുത്ത ഒരു പ്രകടനം 1987 നവംബറിൽ ബ്രാസോവിനെ പ്രകമ്പനം കൊള്ളിച്ചു. കമ്മ്യൂണിസത്തിനെതിരെയും ചൗഷസ്ക്യൂവിനെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴക്കി നീങ്ങിയ ആ പ്രകടനം ഭരണകൂടത്തെ ഞെട്ടിച്ചിരുന്നു. പ്രകടനത്തിൽ പങ്കെടുത്ത പലരും ജയിലിലായി. 2 വർഷം കഠിന തടവായിരുന്നു അവർക്ക് ലഭിച്ച ശിക്ഷ. പക്ഷേ അതൊന്നും വിപ്ലവകാരികളെ തളർത്തിയില്ല. 1989 ഡിസംബറിൽ സൈന്യത്തിന്റെ നിറത്തോക്കുകൾക്ക് മുന്നിലേക്കാണ് അവർ മാർച്ചു ചെയ്തത്. ഉദ്യാനമധ്യത്തിൽ വലിയൊരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. 1989-ലെ റൊമേനിയൻ ജനമുന്നേറ്റത്തിന്റെ സ്മാരകമാണത്. നടത്തം തുടരുകയാണ്. ഉദ്യാനത്തിനപ്പുറം അക്കാണുന്ന വലിയ കെട്ടിടം ബ്രാസോവ് കൗണ്ടി കൗൺസിലിന്റെ ആസ്ഥാനവും കോർട്ട് ഓഫ് അപ്പീലുമെല്ലാമാണ്. മഞ്ഞുകാലത്തിന്റെ ആരംഭ ദിനങ്ങളാണ്. ഇലപൊഴിയും കാലം. മരങ്ങളിലും നിലത്തും ഇലകളുടെ വർണ്ണരാജി. ഇലപൊഴിയും കാലമാണ് യൂറോപ്പിൽ ചിത്രീകരണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലം. ഓരോ മരത്തിനും ഓരോ നിറം. ചിലപ്പോൾ ഒരു മരത്തിൽ തന്നെ പല വർണ്ണത്തിലുള്ള ഇലകൾ കാണാം. പാർക്കിന്റെ മറ്റൊരു ഭാഗത്തെ നടവഴിയിലൂടെ സംഘമായി നീങ്ങിവരുന്ന ആളുകൾ. ഇതൊന്നും ടൂറിസ്റ്റുകളല്ല, റൊമേനിയൻ ജനങ്ങൾ തന്നെയാണ്. ഞായറാഴ്ചയിലെ ആഘോഷങ്ങൾക്കായി ഇറങ്ങിയവർ. ഇതാണ് നേരത്തെ കണ്ട കോർട്ട് ഓഫ് അപ്പീൽ മന്ദിരം. 1902-ൽ നിർമ്മിച്ചതാണിത്. ഈ നിർമ്മിതി ബ്രാസോവ് നഗരത്തിന്റെ ഐക്കണായാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്രാസോവ് കൗണ്ടി കൗൺസിൽ സമ്മേളിക്കാറുള്ളത് ഇതിനുള്ളിലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രാസോവിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് മന്ദിരമായിരുന്നു ഇത്. ഇക്കാണുന്നത് ബ്രാസോവിലെ പഴയ പോസ്റ്റ് ഓഫീസ് മന്ദിരമാണ്. തൊട്ടപ്പുറമുള്ള കെട്ടിടം പ്രിമാറിയ എന്നറിയപ്പെടുന്നു. ബ്രാസോവിന്റെ സിറ്റി ഹാളാണ് പ്രിമാറിയ. മുനിസിപ്പൽ കാര്യാലയം. ബ്രാസോവ് നഗരത്തിന്റെ ദൈനംദിന ഭരണം നിയന്ത്രിക്കപ്പെടുന്നതും മുനിസിപ്പൽ കൗൺസിൽ മേളിക്കുന്നതും പ്രിമാറിയയിലാണ്. ബ്രാസോവിന്റെ പുതിയ സിറ്റി ഹാളാണ് ഇത്. പഴയ സിറ്റി ഹാൾ ഇന്നൊരു സംരക്ഷിത സ്മാരകമാണ്. അത് കാണുന്നതിനായി ഞാൻ പോകുന്നുണ്ട്. നേരം 2:30 ആവാറായെന്ന് സിറ്റി ഹാളിലെ ക്ലോക്ക് വ്യക്തമാക്കുന്നു. രാവിലെ മുതൽ ഇടവേളയില്ലാത്ത ജോലിയിലായിരുന്നതുകൊണ്ട് ഉച്ചയായതൊന്നും അറിഞ്ഞതേയില്ല. 3 കിലോമീറ്ററെങ്കിലും നടന്നാണ് സിറ്റി ഹാളിന് മുന്നിലെത്തിയത്.
ഈ പാത മുറിച്ചു കിടന്നാൽ ഓൾഡ് സിറ്റി സ്ക്വയറിലേക്ക് പോകാം. കൗൺസിൽ സ്ക്വയർ എന്നാണ് അവിടം അറിയപ്പെടുന്നത്. സിറ്റി കൗൺസിലിന്റെ ആസ്ഥാനമായിരുന്ന പഴയ കെട്ടിടം അവിടെയാണ്. കൗൺസിൽ സ്ക്വയർ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കോർട്ട് ഓഫ് അപ്പീൽ മന്ദിരത്തിന്റെ ഒരു ഭാഗവും താമ്പാമലയുടെ ഒരറ്റവുമെല്ലാം കാണാം. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ എത്തിയിരിക്കുന്നത് റിപ്പബ്ലിക് സ്ട്രീറ്റ് എന്നൊരു തെരുവിലേക്കാണ്. അങ്ങേയറ്റത്ത് കൂർത്ത ഗോപുരത്തോടെ നിൽക്കുന്നത് ബ്ലാക്ക് ചർച്ച് എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായൊരു ദേവാലയമാണ്. അവിടം വരെ നടക്കണം. അവിടെയാണ് കൗൺസിൽ സ്ക്വയർ. കല്ലുവിരിച്ച് സുന്ദരമാക്കിയ ഒരു പാത. ബ്രാസോവ് നഗരത്തിലെ ഹാപ്പനിംഗ് പ്ലേസുകളാണ് ഈ സ്ട്രീറ്റും ഇത് ചെന്നു ചേരുന്ന കൗൺസിൽ സ്ക്വയറും. എല്ലാ ആഘോഷങ്ങളുടെയും വേദി. അവധി ദിനങ്ങളിൽ ആളുകൾ വെറുതെ നടക്കാനും ഷോപ്പിങ്ങിനുമെല്ലാം ഇറങ്ങുക ഈ തെരുവിലേക്കാണ്. ബ്രാസോവിന്റെ എല്ലാ ആഘോഷങ്ങളുടെയും വേദി ഇവിടമാണെന്ന് പറയാം. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞതോടെ സ്ട്രാഡ റിപ്പബ്ലിക്കയിൽ ജനപ്രവാഹം തുടങ്ങിക്കഴിഞ്ഞു. പുഷ് കിക്ക് സ്കൂട്ടറുമായി ബാലകരും തെരുവിലുണ്ട്. തണുപ്പിന്റെ കാഠിന്യം കൂടി വരുന്നു. കനത്ത ജാക്കറ്റുമണിഞ്ഞാണ് ആളുകളെല്ലാം പോകുന്നത്. പട്ടണത്തിലെ തിയേറ്ററുകളിൽ നടക്കുന്ന നാടകങ്ങൾ, ബാലേകൾ, നൃത്തപരിപാടികൾ തുടങ്ങിയവയുടെ പരസ്യങ്ങളാണ്. ഞായറാഴ്ചയുടെ സായന്തനത്തിൽ കലാപരിപാടികൾ ആസ്വദിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനായി പോകാം. തെരുവിന്റെ രണ്ടു വശങ്ങളിലും റെസ്റ്റോറൻറ്റുകളും കഫേകളും ബിയർ പാർലറുകളുമാണുള്ളത്. വില കൂടിയ ഉൽപ്പന്നങ്ങളുടെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ധാരാളം. പാതിയോരത്തെ കിയോസ്കുകൾ പലതും അടഞ്ഞുകിടക്കുന്നു. ട്രാൻസിൽവേനിയ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചാണ് ഇത്. ഇക്കാണുന്നതാകട്ടെ ട്രാൻസിൽവേനിയ ഹോട്ടൽ എന്ന പ്രശസ്തമായ ഹോട്ടലും. ചില സിനിമകളിൽ വരെ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് ട്രാൻസിൽവേനിയ ഹോട്ടൽ. റിപ്പബ്ലിക് സ്ട്രീറ്റിലേക്ക് വന്നു ചേരുന്ന നിരവധി ഉപതെരുവുകളുണ്ട്. 700 വർഷം മുൻപ് തന്നെ ബ്രാസോവിലെ ഏറ്റവും വലിയ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ഈ പ്രദേശത്താണ്. അന്നും ഈ പാതയുണ്ടായിരുന്നു എന്നതാണ് അത്ഭുതകരമായ ഒരറിവ്. വിദൂരദിക്കിൽ നിന്നും കാൽനടയായും കുതിരപ്പുറത്തും വർത്തക സംഘങ്ങൾ ഇതുവഴി വന്നിരുന്നു. വേനൽക്കാലമാണെങ്കിൽ അവർ ഇവിടെ തങ്ങി പാതയുടെ ഇരുവശങ്ങളിലുമായി താൽക്കാലിക കൂടാരങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വെച്ച് വിറ്റഴിക്കുന്ന പതിവുണ്ടായിരുന്നെന്നും ചരിത്രം. ജർമ്മൻ വംശജരായ സാക്സൺ ജനതയാണ് ലക്ഷണമൊത്തൊരു പട്ടണമായി ബ്രാസോവിനെ വളർത്തിയെടുത്തതെന്നാണ് ചരിത്രം. ട്രാൻസിൽവേനിയ പ്രദേശം ഹംഗറിയുടെ അധീനതയിലായിരുന്ന കാലത്താണ് ജർമ്മൻകാർ ഇവിടേക്കെത്തുന്നത്. നിരത്തുകളിലേക്ക് ഇറക്കിയിട്ട മേശകളും കസേരകളുമുള്ള ഈ റെസ്റ്റോറന്റുകൾ സജീവമാകാനിരിക്കുന്നതേയുള്ളൂ. സന്ധ്യയാകുന്നതോടെയാണ് അവിടെയൊക്കെ ആളുകൾ വന്നു നിറയുക. സുന്ദരികളും സുന്ദരന്മാരുമായ റൊമേനിയൻ യുവത്വം നിറഞ്ഞു നീങ്ങുന്ന തെരുവുകൾ. യൂറോപ്പിൽ ഏതൊരു നഗരത്തിലെയും ഡൗൺ ടൗൺ ഏരിയയിലെ കാഴ്ചകൾ ഇതാണ്. രസകരമാണത്. ഓടയുടെ ദുർഗന്ധവും കൊതുകിന്റെ മൂളിപ്പറക്കലുമില്ലാത്ത തെരുവുകൾ. കല്ലുവിരിച്ചു മനോഹരമാക്കിയ വാഹനഗതാഗതം നിഷിദ്ധമായ തെരുവുകൾ. നഗരവാസികൾക്കും സഞ്ചാരികൾക്കുമെല്ലാം എത്ര നേരം വേണമെങ്കിലും വിശ്രമിച്ചിരിക്കാവുന്ന പാർക്കുകൾ പോലെ ശാന്തമായ തെരുവുകൾ. പുകയും പൊടിപടലവുമില്ല. കല്ലുവിരിച്ച വീതിയാർന്ന പാത. യൂറോപ്പിലെ ദരിദ്ര രാജ്യമാണ് റൊമേനിയ. അവിടുത്തെ ഒരു പട്ടണത്തിന്റെ കാഴ്ചയാണിതെന്നറിയണം. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പുരാനഗരത്തിന്റെ വീഥിയിലൂടെ ഇങ്ങനെ എന്ന് നടക്കാനാവുമെന്ന ചിന്തയോടെയാണ് ഈ വഴി ഞാൻ നടക്കുന്നത്. വഴിയിൽ പലയിടത്തുമുണ്ട് ഇത്തരം പെട്ടിക്കടകൾ. പഴയ കുതിരവണ്ടികളുടെ സ്വഭാവമുള്ള ഉന്തുവണ്ടികളാണ്. ഇവിടെ നിന്നും ലഘുഭക്ഷണം വാങ്ങാം. ഹോട്ട് ഡോഗുണ്ട്, സാൻഡ്വിച്ചുണ്ട്, ജ്യൂസും മറ്റു പാനീയങ്ങളുമുണ്ട്. വഴിയോരത്തെ ഏതെങ്കിലും ബെഞ്ചിലിരുന്ന് സൗകര്യപൂർവ്വം കഴിക്കാം. റെസ്റ്റോറൻറ്റിൽ കയറി വലിയ തുക മുടക്കാതെ അതിൻ്റെ 1/3 വിലയ്ക്ക് ഇത്തരം കടകളിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാം. ഇത്തരം പട്ടണങ്ങളിൽ എത്ര കുറഞ്ഞ ചെലവിലും ജീവിക്കാമെന്ന് ചുരുക്കം. വഴിയോര കടകളിൽ നിന്നും ഭക്ഷണം വാങ്ങുമ്പോഴും അതും ഗുണമേന്മയുള്ളത് തന്നെയായിരിക്കും.
തെരുവിലൂടെ നടന്നു പോകുന്നവരെയും വഴിയോരത്തിട്ട കസേരകളിൽ വിശ്രമിക്കുന്നവരെയും രസിപ്പിക്കുന്ന ഇത്തരം സംഗീതജ്ഞരുമുണ്ട്. ഇവിടെ 2 പേർ തങ്ങളുടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. തെരുവിന്റെ സംഗീതം എനിക്കെന്നും ഇഷ്ടമാണ്. അത് കുറച്ചുനേരം കണ്ടുനിന്നു. ഗിറ്റാറും മാൻഡലിനും ചേർന്നുള്ള ഒരു കച്ചേരി. ഇവർ പാടുന്ന പാട്ട് ഏതാണെന്ന് അന്വേഷിച്ചും മറ്റും ചിലർ വരുന്നുണ്ട്. ഗിറ്റാർ വായനക്കാരൻ അവരുമായി വിശേഷം പങ്കുവെക്കുമ്പോൾ മാൻഡലിൻ വാദകൻ തന്റെ ജോലി തുടരുന്നു. ഇവർ പുറത്തിറക്കിയ സീഡികളും വിൽപ്പനയ്ക്കുണ്ട്. അതിവിടെ നിന്നും ആളുകൾ വാങ്ങിക്കൊണ്ടുപോകും. തെരുവ് സംഗീതത്തിന് പ്രോത്സാഹനമായി വഴിയാത്രക്കാർ നൽകുന്ന നാണയങ്ങളെക്കാൾ CD വിൽപ്പനയാണ് ഇവരുടെ വരുമാന മാർഗമെന്ന് എനിക്ക് തോന്നി. എല്ലാ പ്രായക്കാരായ ആളുകളും തെരുവിലൂടെ നടന്നു നീങ്ങുന്നു. കുട്ടികൾ, കൗമാരക്കാർ, വൃദ്ധർ, യുവാക്കൾ. പട്ടണവാസികൾ ശരിക്കും സമൂഹ ജീവികളാവുന്നത് ഇത്തരം വേളകളിലാണെന്ന് പറയാം. ഞായറാഴ്ച ഉച്ച കഴിയുന്നതോടെ അവരെല്ലാം തെരുവിലേക്കിറങ്ങുന്നു. അന്നത്തെ ഭക്ഷണം ചിലപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നുമാവാം. വെടിവട്ടവും കൂട്ടുചേരലുമെല്ലാമായി അവരങ്ങനെ നടക്കുന്നു. പല പ്രായക്കാർ, പലതരം വേഷം ധരിച്ചവർ. അവരെയെല്ലാം പിന്നിട്ട് ഞാൻ നടത്തം തുടരുകയാണ്. കലാപരമായാണ് പാതയിൽ കല്ലുവിരിച്ചിരിക്കുന്നത് പോലും. കറുത്ത മാർബിളിൻ്റെയും വെളുത്ത മാർബിളിൻ്റെയും സുന്ദരമായ സങ്കലനം. വഴിയോരക്കടകളിൽ സുവനീറുകൾ അടുക്കി വെച്ചിരിക്കുന്നതിനുമുണ്ട് ഒരു ഭംഗി. കുട്ടികളെ രസിപ്പിക്കാൻ ബലൂൺ വിൽപ്പനക്കാർ. കോമാളി വേഷം ധരിച്ചാണ് പോക്ക്. ഇതെല്ലാം ചേരുന്നതാണ് ബ്രാസോവിൻ്റെ പട്ടണക്കാഴ്ചകൾ. നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലം. അതെത്ര പ്രൗഢവും സുന്ദരവുമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദീർഘമായ ചരിത്രമുള്ള വലിയൊരു പാരമ്പര്യമുള്ള നഗരം തന്നെയാണ് ബ്രാസോവ്. ആ ചരിത്രം ഓർത്തുകൊണ്ടാണ് എൻ്റെ നടത്തം. ജർമാനിക് വംശജരായ സാക്സൺ ജനത ഇപ്പോഴും ഈ പട്ടണത്തിൽ വസിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഒട്ടോമൻ സാമ്രാജ്യവും പടിഞ്ഞാറൻ യൂറോപ്പുമായുള്ള കച്ചവടത്തിൻ്റെ ഒരു ജംഗ്ഷനായിരുന്നു ബ്രാസോവ്. പല തെരുവുകളുണ്ട്. അതിൽ ഈ വഴി ചെല്ലുന്നത് താമ്പ മൗണ്ടനിലേക്ക് പോകുന്ന കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ്. അവിടേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. നേരമുണ്ടെങ്കിൽ വൈകിട്ട് അവിടം സന്ദർശിക്കാമെന്നാണ് തീരുമാനം. ഇപ്പോൾ കൗൺസിൽ സ്ക്വയർ എന്നറിയപ്പെടുന്ന പ്രധാന ചത്തുരത്തിലേക്ക് എത്തുകയാണ്. പ്രൗഢമന്ദിരങ്ങൾ അതിരിട്ട് നിൽക്കുന്ന ഒരു ചത്തുരം. ഒരു പൊതുചന്ത എന്ന നിലയിലാണ് ഇക്കാണുന്ന കൗൺസിൽ സ്ക്വയറിന്റെ തുടക്കം. 1364 മുതൽ ഇവിടെ അതിവിപുലമായ ഒരു വാർഷിക ചന്ത പ്രവർത്തിച്ചു വന്നിരുന്നതിന് ചരിത്രരേഖകളുണ്ട്. റൊമേനിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നു മാത്രമല്ല, വിദൂരദേശങ്ങളിൽ നിന്നു പോലും ഉൽപ്പന്നങ്ങളും കുതിര ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയും വിൽക്കാൻ കച്ചവടക്കാർ ഇവിടേക്കെത്തിയിരുന്നു. സാവധാനം ബ്രാസോവ് പട്ടണത്തിന്റെ കേന്ദ്രസ്ഥാനമായി ഈ ചത്തുരം മാറി. മഞ്ഞുകാലമാണ്. വെയിലില്ല. നേർത്ത മൂടൽമഞ്ഞ് പട്ടണത്തെ ചൂഴ്ന്നു നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ദൃശ്യങ്ങൾക്ക് മിഴിവും പൊലിമയും അല്പം കുറവാണ്. മധ്യത്തിൽ കാണുന്ന ഈ കെട്ടിടമാണ് കൗൺസിൽ സ്ക്വയറിന് ആ പേര് വരാൻ കാരണം. ഓൾഡ് ടൗൺ ഹാളാണ് അത്. പഴയ ബ്രാസോവ് സിറ്റി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരം. 1420 നിർമ്മിച്ചതാണത്. ഇപ്പോൾ ഹിസ്റ്ററി മ്യൂസിയമാണ് ഓൾഡ് ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്നത്. തെരുവിലെവിടെയും കാണുന്ന ബലൂൺ വിൽപ്പനക്കാർ കോമാളി വേഷക്കാരാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ രാജകീയ വിളംബരങ്ങൾ വായിക്കപ്പെട്ടിരുന്നതും ശിക്ഷാവിധികൾ നടപ്പാക്കിയിരുന്നതും കൗൺസിൽ സ്ക്വയറിൽ വെച്ചാണ്. കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതി ചൗഷസ്ക്യുവിനെ പുറത്താക്കുന്നതിനായി 1987 ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചതും ഇവിടെ നിന്നുമാണ്. സ്ക്വയറിന്റെ ഒരു ഭാഗത്തു നിന്നും പാത നീണ്ടുകിടക്കുന്നത് ബ്ലാക്ക് ചർച്ച് എന്നറിയപ്പെടുന്ന വിദൂരതയിൽ നിന്ന് നേരത്തെ കണ്ട ദേവാലയത്തിനടുത്തേക്കാണ്. 1689 ബ്രാസോവിലുണ്ടായ വൻ അഗ്നിബാധയിൽ ചുവരുകൾ കറുത്തുപോയതുകൊണ്ടാണ് പള്ളിക്ക് ബ്ലാക്ക് ചർച്ച് എന്ന് പേര് വന്നത്. പള്ളിയുടെ അരികിലേക്ക് പിന്നീട് പോകാമെന്ന് തീരുമാനിച്ചു. ആദ്യം സ്ക്വയറിലെ കാഴ്ചകൾ പകർത്തുകയാണ്.
പലതരം ജീവിതങ്ങളാണ് ഇത്തരമൊരു ദിനത്തിൽ കൗൺസിൽ സ്ക്വയറിൽ കാണാനാവുക. പിച്ചവെച്ചു തുടങ്ങുന്നവരും അച്ഛൻ്റെ തോളിലേറി നീങ്ങുന്നവരുമെല്ലാമുണ്ട്. ഇവിടെ നിന്നും അവർ ജീവിതം പഠിക്കുന്നു. ദാരിദ്ര്യമുള്ള രാജ്യമായിരിക്കാം, പക്ഷേ തങ്ങളുടെ നാടിൻ്റെ കാര്യത്തിൽ വലിയ അഭിമാനബോധമുള്ളവരാണ് ബ്രാസോവ് നിവാസികൾ. കൗൺസിൽ സ്ക്വയറിൽ സിറ്റി ഹാളിൻ്റെ മുന്നിൽ കുളിരുള്ള ഉച്ചതിരിഞ്ഞ നേരത്ത് ചരിത്രവും വർത്തമാനകാലവും ഒരുമിച്ച് കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്.